ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ തമ്പ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ സെഡോൺ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു അവർ വിളിക്കുമ്പോൾ നമുക്ക് പോകണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോവുകയാണ്. നമ്മുടെ വീടൊക്കെ പൂട്ടി ഇറങ്ങി നമ്മുടെ LC എടുത്താണ് പോകുന്നത്. LC ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇവനെ എടുത്തുകൊണ്ട് നേരെ ബാംഗ്ലൂരിലേക്ക് പോവാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമ്മുടെ സെഡോൺ എടുത്തുകൊണ്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈഡ് മിററൊക്കെ അങ്ങനെ ഒരു മടക്കി വെച്ചേക്കുവാണ്. ഓക്കെ, നമ്മൾ വണ്ടിയൊക്കെ കുലുങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് കയറി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറക്കി അങ്ങ് കൊണ്ടുപോകാം. നമ്മൾ മഴ തന്നെ ഇരിക്കാനാണ് നമ്മൾ ഈ ഗ്യാരേജിൽ കൊണ്ടിട്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാം. നമ്മുടെ വണ്ടി ഇറക്കുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. സാധാരണ നമ്മുടെ വഴി അറിയാമല്ലോ, എപ്പോഴും ബ്ലോക്കാണ്. ഓക്കെ, തട്ടുന്ന നോക്കട്ടെ. ഗ്ലാസ് തുറന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തട്ടുന്നില്ല. നല്ല സ്ഥലമുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല സ്ഥലമുള്ളൊരു ഗ്യാരേജും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പോട്ടെ. ഇവിടുന്ന് ഇനി നേരെ എടുത്ത് പറത്തി അടിച്ചങ്ങ് വിടുക എന്നുള്ള പരിപാടിയാണ്. ഇവിടുന്ന് നേരെ വളവും തിരിവൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഷെഡിൽ നിന്ന് വണ്ടി ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ബ്ലോക്ക് കാണരുത്. ബ്ലോക്ക് ഇല്ല, ഒട്ടുമില്ല. ഓക്കെ, നമ്മുടെ ആനവണ്ടിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തോ വലിയ ബ്ലോക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതുവഴി പോകാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ കുറേ ലോഡടിച്ച് വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല. നമുക്ക് പോകാനുള്ള സ്ഥലം എന്തായാലും ഉണ്ട്. ഇവിടെ ഈ KSRTC ഡീലക്സ് പണി വെട്ടി കിടക്കുവാണ്. എന്തോ ബ്രേക്ക് ഡൗൺ എങ്ങാണ്ടായതാണെന്ന് തോന്നുന്നു. ഓക്കെ, തട്ടല്. ഓക്കെ, സെറ്റ്. തട്ടാതെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ ഫുള്ള് വളവും കാര്യങ്ങളും ഒക്കെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുവഴിയൊക്കെ നല്ല അതിസാഹസികമായി ഓടിച്ചുകൊണ്ട് പോകണം നമ്മൾ. ഓക്കെ, എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നൈറ്റ് ആവും. അവിടെ നിന്ന് ഇനി വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും നാളെ രാവിലെ ആകും. എന്തായാലും ഇപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പം പോയാലേ അവിടെ എത്തത്തുള്ളൂ. ഇച്ചിരെങ്കിലും നേരത്തെ ഒരു 8 മണി, രാത്രി 8 മണിയാകുമ്പോൾ അവിടെ അത്രയൊരു ടൈം എടുക്കും. രാത്രി ഒരു 8 മണി 8-9 മണിയാവും അവിടെ എത്തുമ്പോഴത്തേക്ക്, നമ്മുടെ ബാംഗ്ലൂർ വരെ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മുടെ സെഡോൺ എടുത്ത് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വണ്ടി പണിഞ്ഞിറക്കുന്ന ഒരു രീതിയിൽ തന്നെ നിൽക്കുവാണ്. ലൈറ്റ് വർക്കും സെറ്റ് വർക്കും ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സെഡസ്ത്ര വർക്കിന് പോയേക്കുവാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദൂരത്തെ റൈഡിന് ശേഷം നമ്മൾ ബാംഗ്ലൂരിലെത്തി. അവിടെ നിന്ന് ഇവനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത്. കാരണം അത്രയും നേരം നമ്മൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് പോവുമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രകാശിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എന്തായാലും നമ്മളിത് ഇവിടെ ഒരു ചായക്കടയിലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഓക്കെ, എന്തായാലും ഫുള്ള് ക്ലീനാണ്. നിങ്ങൾക്ക് സെഡോണാണ് ബോഡി, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം സെഡോണിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നല്ലൊരു കിടിലൻ ബോഡിയാണ്. എന്തായാലും ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ ഈ വണ്ടികളെല്ലാം ഒന്ന് പോട്ടെ. അതിൻ്റെ ഇടയ്ക്കൂടെ ക്രോസ് ചെയ്ത് കയറുന്ന ഇച്ചിരി പാടാണ്. നമ്മുടെ KSRTC ഇവനെ വിട്ടിട്ടേ കയറാൻ പറ്റും. നീ അവിടെ നിൽക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെഡോൺ. എല്ലാവർക്കും അറിയാം നമ്മുടെ സെഡോണിൻ്റെ ഫ്രണ്ട് വശവും. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ചെളിയൊക്കെ ആയി നാശമാവും വണ്ടി. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് കഴുകിയിട്ടേ വർക്കിന് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, രാത്രിയാണ്ട് നല്ല ഉറക്കം വരുന്നു ഗൈസ്. ഓക്കെ, ഇനി അവിടെ വരെ വണ്ടി ഓടിക്കേണ്ടതാണ്. ഓക്കെ, വണ്ടി വരുന്നുണ്ട്, മാറട്ടെ. ഓക്കെ, അവർ മാറിയിട്ട് നമുക്ക് കയറാം. സ്കൂൾ വണ്ടിയൊക്കെയാണ് രാത്രി പോകുന്നത് ഗൈസ്. ഓരോ സ്കൂളിലെയൊക്കെ വണ്ടി. ഡീസൽ അടിക്കാൻ പോയതാണോ അല്ലെ എന്തെങ്കിലും വർക്കിന് പോയതാണോ? അവിടെ ആ പോലീസുകാരെ നിർത്തി. എന്തായാലും നമുക്ക് ഇനി നമ്മളവിടെ വല്ലതും ചോദിക്കാനാണോ? അവിടെ നിൽക്കി. ഓക്കെ, അവനെ അവിടെ ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും ബെല്ലി ഡിക്കി സൈസിലാണ് നമ്മൾ വണ്ടി ചെയ്തേക്കുന്നത്. ബെല്ലി ഡിക്കിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇനി നമ്മുടെ വണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവരെല്ലാം.
നമ്മുടെ വണ്ടി പോയിട്ട് മറ്റേ പോലീസുകാരന് പോകാനായിരിക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു, നമ്മുടെ വണ്ടി നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഈ വണ്ടി മൊത്തം ബ്ലോക്കായി കിടക്കുന്നത്. എന്തായാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാം. ഓക്കെ, ഇനി നേരെ വണ്ടി അങ്ങ് എടുക്കാം, വലിയ സീനൊന്നും ഇല്ലാതെ. വണ്ടി നിൽക്കാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണല്ലോ. അതേ ഒരു പിക്കപ്പ്, പിന്നെ ഇന്നോവ, കുറേ സീനാണ്. ഓക്കെ, നീ അവിടെ നിൽക്കും. ഞാൻ വിചാരിച്ചാൽ ഇടിക്കുമെന്ന്. എന്തായാലും അവൻ നിൽക്കുവാണ്. നമുക്കെന്തായാലും ഈ സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ പോട്ടെ. ഗൈസ്, നമ്മൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആ പോലീസ്. നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അയാളും പോയി. ഈ വണ്ടി മൊത്തം പോയി. അയ്യോ, ഇത്രയും വലിയ ബ്ലോക്കോ? ഇതാണ് ആ പോലീസുകാരൻ കാരണമാണ് ഗൈസ്, നിങ്ങൾ ഓർക്കണേ. ആ ഒരു പോലീസുകാരൻ കാരണമാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടായത്. നമ്മളെ കണ്ടുകൊണ്ടെങ്ങാണ്ട് നിർത്തിയതാണ്, വഴി നിൽക്കുന്നതെങ്ങാണ്ട് കണ്ടുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തിരക്കൊന്നുമില്ല. ഒറ്റയടിക്ക് അത്രയും വണ്ടി പോയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഉപകാരമായി. ഓക്കെ, നമ്മുടെ ലിപ്പയിലൊക്കെ നമ്മുടെ റബ്ബറിൻ്റെ ആ ഒരു ബുഷ് പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു എന്താണ് ആ റബ്ബറിൻ്റെ ഒരു സംഭവം, അത് തട്ടാതിരിക്കാൻ, തട്ടിയാൽ സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കാനായിട്ട് റബ്ബറിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സെഡസ്ത്രയ്ക്ക് അതില്ല, സെഡോണിന് അതുണ്ട്. അപ്പം നമ്മുടെ സെഡസ്ത്ര വർക്കിന് കൊടുത്തേക്കുവാണ്. അവൻ്റെ നെയിം ബോർഡൊക്കെ അടിച്ചതേ ഉള്ളൂ, ഗ്രാഫിക്സ് ഒന്നും ആയില്ല. ഗ്രാഫിക്സ് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഗ്രാഫിക്സ് അടിക്കണോ അല്ലെ ഏതെങ്കിലും ഒരു ഫുള്ള് കളർ അടിക്കണോ അങ്ങനെ. എന്തായാലും ഇവനെ നമ്മൾ ഫുൾ ബ്ലാക്ക് അടിക്കാൻ ചെറിയ പ്ലാനുണ്ട്. മിക്കവാറും ഇവനെ ഫുൾ ബ്ലാക്ക് അടിച്ചിറക്കും. എന്തായാലും സെഡോണും അല്ലേ, നമ്മുടെ ആ ബ്ലാക്ക് ബോയ് എന്ന് പറഞ്ഞൊരു വണ്ടിയില്ലായിരുന്നു നമുക്ക്, അവൻ്റെ ഒരു കംബാക്ക് പോലെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും മറ്റവൻ്റെ ഗ്രാഫിക്സ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് കറക്റ്റ് ഒരു ഗ്രാഫിക്സ് കിട്ടുന്നില്ല നല്ല ഏതാണെന്ന്. അതാണ് നമ്മളിങ്ങനെ ഗ്രാഫ് അടിക്കാതിരിക്കുന്നത്. എന്തായാലും നെയിമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, പേരൊക്കെ അടിച്ച് സെറ്റാക്കി. ഇനി പിന്നെ ആ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം കൊണ്ട് അകത്തെ ലൈറ്റ് വർക്കും സെറ്റ് വർക്കും എല്ലാം തീർക്കാനായിട്ട് കൊടുത്തേക്കുവാണ്. എന്തായാലും അത് കഴിഞ്ഞ് നല്ലൊരു ഗ്രാഫിക്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് പറഞ്ഞങ്ങ് ചെയ്യിപ്പിക്കാം. അതാകുമ്പം എല്ലാ വർക്കും തീർന്ന് ലാസ്റ്റ് അങ്ങ് ചെയ്യാം. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഡീസൽ അടിക്കണോ? വേണ്ട, ഫുൾ ടാങ്ക് ഉണ്ട്. ഓക്കെ, അവിടുന്ന് അവർ ഫുൾ ടാങ്ക് അടിച്ചാണ് നമുക്ക് തരുന്നത്. ഓക്കെ, എന്തായാലും അവിടെയും കുറേ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് ഗൈസ്. അവിടുന്ന് നമുക്ക് ഡീസൽ അടിക്കാം. ലിപ്പ് തട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു കയറ്റവും ഒരു ചുരം പോലത്തെ സംഭവം ആയതുകൊണ്ടേ ലിപ്പ് തട്ടുമെന്ന് തോന്നുന്നു. വരട്ടെ, പെതുക്കെ വരട്ടെ. ഇതെന്ത് പാതാളോ? ഓക്കെ, എന്തായാലും പെതുക്കെ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റുവാണോ? ഓക്കെ, ലിപ്പ് തട്ടിയില്ല. സെറ്റ്. എന്തായാലും ലിപ്പ് തട്ടി ഇല്ല. അതേ ബാക്കിലോട്ട് ഇറങ്ങി പോകുന്നു. ഓക്കെ, എന്തായാലും അടിപൊളി ഒരു കയറ്റം, സിമ്പിളായിട്ട് വണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇനി നമ്മുടെ പേരെല്ലാം അടിച്ച് ലൈറ്റ് വർക്കിനെല്ലാം നമ്മുടെ സെഡസ്ത്ര കൊടുത്തേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം, ആ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ. അവനെ ഗ്രാഫിക്സ് അടിച്ചിട്ട് ഇവനെ ഫുൾ ബ്ലാക്കോ അങ്ങനെ വല്ല കളർ അടിക്കാനാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഏത് കളർ വേണമെന്ന്. ഫുൾ ബ്ലാക്ക് അടിക്കണോ അല്ലെങ്കിൽ വല്ല ഗ്രാഫിക്സ് വല്ലതും കൊടുത്താൽ മതിയോ? അങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്നതാണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിത് അടിപൊളി ഒരു വളവാണ്. ഇതൊക്കെ വളച്ച് ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് രാവിലെ ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ രാവിലെയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഒരു ഡ്രൈവർ പയ്യനുണ്ടായിരുന്നു, ആ പുള്ളിയെ കൊണ്ട് ഓടിപ്പിച്ചു. കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. അധികം ഉറങ്ങാനൊന്നും പറ്റിയില്ല, റെസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഇവിടെ ഇനിയും ബ്ലോക്കാണോ? ഓക്കെ, ഒരു ബസ് മറിഞ്ഞാണ് ഗൈസ്. എന്തോ ഒരു സീനാണ്, അങ്ങോട്ടധികം പോകണ്ട. ഒരു ബസ് മറിഞ്ഞതാണ്. ഇനി റിവേഴ്സ് എടുത്തില്ലേ ബാക്കിയുള്ള വണ്ടി മൊത്തം നമ്മുടെ ബാക്കിൽ വന്ന് പെടും. നമ്മൾ പെട്ടുപോകും, കുടുങ്ങിപ്പോകും ഗൈസ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബാക്കിലെടുക്കാം. ഇത് എല്ലാ വണ്ടിയും ഇങ്ങോട്ടാണ്. ആ MVDയുടെ ബൊലേറോയും എല്ലാം ഇങ്ങോട്ടാണ്. നമുക്കെന്തായാലും ഇപ്പുറത്തൂടെ പോവാം. എന്തായാലും നമ്മളൊരു നല്ല സ്ഥലത്ത് തന്നെയാണ് ഗ്യാരേജ് വെച്ചേക്കുന്നത്. ഓക്കെ, ഹോൺ അടിച്ചിട്ട് അവർ മാറുന്നില്ല ഗൈസ്. ഓക്കെ, നല്ലൊരു സ്ഥലത്താണ് ഗ്യാരേജ് വെച്ചേക്കുന്നത്. എന്തായാലും 2 വഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു വഴി ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഈ വഴി കയറി അങ്ങ് പോവാം. അപ്പോൾ നമ്മുടെ ആനവണ്ടി മച്ചാൻ വലിയ ടൈമൊക്കെ ഉള്ള ആളല്ലേ, പോയി കുടുങ്ങ്. അവിടെ അടിപൊളി ബ്ലോക്കാണ്.
അതായത് നമുക്കിതുവഴി അങ്ങ് പോവാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടത്ത് പിടിച്ച് ഓക്കെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നല്ല സേഫായിട്ട് വളച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്യാരേജ് എത്തിയിട്ടുണ്ട്, നമ്മുടെ വണ്ടിയുടെ ഷെഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. നേരെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോകാം ഗൈസ്, എന്നിട്ട് അവിടെ എത്തിയിട്ട് തിരിച്ചുകൊണ്ടൊക്കെ വരാം. എന്തായാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റുന്ന കോലത്തിലല്ല ഇവൻ, ഇതേ കണ്ടില്ലേ ഫുള്ള് ചെളിയൊക്കെ പിടിച്ച്. എന്തായാലും ഇവനെ ഒന്നുകൊണ്ട് കഴിവാതെ ഗ്രാഫിക്സ് അടിക്കാൻ കൊടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. എന്തായാലും ഫുള്ള് ചെളിയൊക്കെ പിടിച്ചു, ഫുള്ള് നാശമായിരിക്കുവാണ്. എന്തായാലും ഡോർ അടച്ചിട്ടുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ അകം മൊത്തം ചെളിയായേനെ. എന്തായാലും ഇവിടെ കൊണ്ടിടാം, ഇങ്ങനെ ക്രോസ് ആയിട്ടിടാം വളച്ച്, ഇച്ചിരിയുടെ ഫ്രണ്ടിലോട്ട്. ഓക്കെ, അത് ഇങ്ങനെ ഇടാം, അതാകുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കാണാനും ഒക്കെ. ഓക്കെ, അങ്ങനെ ഇവനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കോലത്തിലല്ല, എന്തായാലും കഴുകണം. എന്നിട്ട് നമ്മുടെ LC വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അവനെ എടുത്തുകൊണ്ട് ഇനി നമ്മുടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഓക്കെ, നമ്മുടെ LC ബാബുവണ്ണം കൊണ്ട് തരും, അപ്പം നമുക്ക് അവനെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഉറങ്ങണം. എന്തായാലും കുറേ നേരമായി ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല നമുക്ക്. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഒത്തിരി ദൂരം നമ്മൾ പോയി, 2 ദിവസം ഓടി എടുത്തൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ എന്തോ അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ട്, നമ്മളതെന്തായാലും അടുത്തൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം എന്താ സംഭവം എന്നൊക്കെ. ഓക്കെ, അതെ മണിക്കുട്ടിയാണ് മറിഞ്ഞ് നിൽക്കുന്നത്, നമ്മുടെ റോബിൻ സാറിനെ ഇടിച്ച്. ഓക്കെ, നമ്മുടെ റോബിൻ ബസ് ഇടിച്ചാണ്. റോബിൻ ബസ്സാണ് നേരെ വെട്ടിച്ച് കാട്ടിലോട്ട് കയറ്റിയപ്പം ഇവന്മാർ തമ്മിൽ കൂട്ടിയിടിച്ച് എന്തോ പരിപാടിയായതാണ്. അത് ഈ ഭാരത ബെൻസ് കൊണ്ട് ഇവിടെ ഫുള്ള് ലോഡൊക്കെ വെച്ച് പോവുകയാണ്. നമ്മുടെ മണിക്കുട്ടി മറിഞ്ഞ് കിടക്കുവാണ് ഗൈസ്. പക്ഷേ നല്ല രീതിയിലുള്ള നഷ്ടവും കാര്യങ്ങളൊക്കെ വന്ന് കാണും ഓട്ടത്തിന്. ആൾക്കാരെല്ലാം സേഫാണെന്ന് നോക്കട്ടെ ഗൈസ്, ആരും ഒന്നും സഹായിക്കാനൊന്നും വന്നിട്ടില്ല. എന്തായാലും നമ്മുടെ റോബിൻ്റെ കാട്ടിലോട്ട് ഇടിച്ച് കയറി. 2 കൂട്ടർക്ക് നല്ല നഷ്ടമാണ് വന്നേക്കുന്നത് വണ്ടിയുടെ കാര്യത്തിൽ. ഫ്രണ്ടിൽ എന്തായാലും റോബിൻ്റെ ഫ്രണ്ടിലെ വിൻഡ് ഷീൽഡും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാണും. മണിക്കുട്ടിയുടെ സൈഡെല്ലാം പോയി കാണും. എന്തായാലും നമുക്ക് രക്ഷാപ്രവർത്തനമൊക്കെ നടത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അപ്പം ബൈ.